അത്ഭുതങ്ങളും അടയാളങ്ങളാലും ഒരുപാട് കാര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്തി. എന്നാലും ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മളും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 8-ാം അധ്യായമാണ്. ഈ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ 2-3 സംഭവങ്ങൾ, അല്ലെങ്കിൽ യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ 2-3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത് നമ്മൾ കാണുന്നത് ഒരു കുഷ്ഠരോഗിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യമാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് കഫർനഹൂമിലേക്ക് യേശു കർത്താവ് ചെല്ലുന്ന സമയത്ത് ഒരു ശതാധിപൻ്റെ ബാല്യക്കാരന് സൗഖ്യമില്ലാതിരിക്കുന്നതും യേശു കർത്താവ് സൗഖ്യം കൊടുക്കുന്നതുമായ ഒരു സംഭവത്തെയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ അമ്മയ്ക്ക് ദൈവം യേശു കർത്താവ് സൗഖ്യമാക്കുന്ന അത്ഭുതമാണ്. അതിനുശേഷം യേശു കർത്താവ് ശിഷ്യന്മാരുമായി പടകിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പടകിൽ വലിയ തിരയും ഓളവും തിരമാലകളും കാറ്റും ഒക്കെ അടിച്ചിട്ട് ഈ തിര അല്ലെങ്കിൽ ഈ പടക് മുങ്ങുമാർ അല്ലെങ്കിൽ വല്ലാത്ത ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവർ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, യേശു കർത്താവ് ഉറങ്ങുകയായിരുന്നു. ഈ സമയത്ത് ശിഷ്യന്മാർ എഴുന്നേറ്റ് നിലവിളിക്കുന്ന ഒരു നിലവിളി നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 23-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ, അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അപ്പോൾ യേശു കർത്താവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. നോക്കൂ, ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ചെയ്ത ഓരോ അത്ഭുത പ്രവൃത്തികളും ഈ ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കടലിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരുമായി ഉള്ള യേശു കർത്താവിൻ്റെ യാത്രയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തൊട്ടു മുമ്പിൽ ചെയ്ത അത്ഭുതങ്ങളെല്ലാം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ തൊട്ടു മുമ്പിൽ ചെയ്ത യേശു കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെല്ലാം കണ്ടുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത രീതിയിലാണ് ഇവിടെ ചോദിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ യേശു കർത്താവ് അവരെ ശാസിക്കുന്ന അല്ലെങ്കിൽ യേശു കർത്താവ് അവരെ തിരിച്ചു വിളിക്കുന്ന ഭാഗം കണ്ടോ, അല്പവിശ്വാസികളെ. നോക്കൂ, പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച സമയം മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്താനായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളാലും ഒരുപാട് കാര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്തി. എന്നാലും ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മളും ഇത് തന്നെയാണ് ചോദിക്കുന്നത്, ദൈവമേ നീ ഇത് കാണുന്നില്ലേ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഒരു ചിന്തയില്ലേ എന്ന് നമ്മൾ ഈ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം എത്രയോ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലാത്തൊരു ദൈവമാണോ നമ്മുടെ ദൈവം? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വാക്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമക്കളെ യേശു കർത്താവിനെ ദൈവം, യഹോവയായ ദൈവം, പിതാവായ ദൈവം യേശു കർത്താവിനെ നമുക്ക് നൽകി തന്നത്. അല്ലെങ്കിൽ നമ്മൾ നശിക്കുമായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ അങ്ങനെ നശിക്കാതിരിക്കാനാണ് ആ കർത്താവിനെ നമുക്ക് നൽകിയതെങ്കിൽ ഈ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പലപ്പോഴും നമ്മളും ഇങ്ങനെ തന്നെയാണ് നമ്മളെ രക്ഷിച്ച വിധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പാപത്തിലായിരുന്ന സമയത്ത് നമ്മളെ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ യേശു കർത്താവാണ് നമ്മളെ സെലക്ട് ചെയ്തത്. ആ പാപത്തിൻ്റെ അഗാധ ഗുഹത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശു കർത്താവ് വിടുവിച്ച വിധങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. എന്നിട്ടൊരു വിഷയം വരുന്ന സമയത്ത് നീ എന്നെ മറന്നോ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുന്നില്ലേ, ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലേ? ഇതേ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ യേശുവിനോട് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഇവിടെ ശിഷ്യന്മാരും അത് തന്നെയാണ് ചെയ്തത്. എന്നാൽ അവിടെ യേശു കർത്താവ് അവരെ രക്ഷിക്കുന്നു. അതിനുശേഷം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ അല്പവിശ്വാസികളാകുന്നത് എന്ത്? തങ്ങളോട് കൂടെ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? ഈ സകലത്തെയും സൃഷ്ടിച്ച സർവ്വശക്തനായ ഒരു ദൈവമാണ് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്തതെന്ന് എന്തുകൊണ്ട് ഇവർക്ക് ഉറപ്പ് വന്നില്ല? അതുകൊണ്ടാണ് അല്പവിശ്വാസികളെ എന്ന് ദൈവം അവരെ നോക്കി വിളിച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കാറ്റും തിരമാലയും കോളും ഒക്കെ വരും, ഇതെല്ലാം ഉണ്ടാവും. കാരണം നമുക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്,
നമുക്ക് പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ പടകിൽ യേശു കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വീഴുമ്പോൾ ഓർക്കുക, ദൈവം എത്രമാത്രം വേദനിക്കുന്നു. ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പടകിൽ യേശു കർത്താവുണ്ട്. നമ്മൾ നശിച്ചു പോകാതിരിക്കാനാണ് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ നിത്യതയോളം എത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത, എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ആ കർത്താവ് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. അവൻ ഉറങ്ങുകയല്ല, നമുക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരപ്പൻ, ഒരു നല്ല പിതാവ് നമുക്കുള്ളതിനാൽ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.